പൊതുജനങ്ങൾക്കും കൗൺസിൽ തീരുമാനങ്ങൾക്കും യാതൊരു വിലയും കൊടുക്കാതെയും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പ്രവർത്തിച്ചതുകൊണ്ടുമാണ് നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രമേയം പാസാക്കേണ്ടി വന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ നഗരസഭയിൽ ഉയർന്നിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. പൊതുജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണമെന്നുള്ള കൗൺസിലിന്റെ തീരുമാനത്തിന്റെ മറ്റൊരു പ്രതിഫലനമായാണ് നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഒരു പ്രമേയം നഗരസഭാ കൗൺസിലിന് പാസാക്കേണ്ടി വന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നഗരസഭയുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീമതി സിമി എച്ചിനെതിരെയാണ് ഇന്ന് പ്രമേയം ഈ ഒരു കൗൺസിൽ പാസ്സാക്കിയിരിക്കുന്നത്. ഒരേ സ്വരത്തിൽ കൗൺസിലേഴ്സിൽ നിന്നും പലതവണ പരാതികൾ വന്നിട്ടുണ്ട്. അവരുടെ പെരുമാറ്റത്തെ പറ്റിയിട്ടുള്ള പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പൊതുജനങ്ങൾ നൽകിയിരിക്കുന്ന പരാതികളാണ് ഇത് മുഴുവൻ. അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരു 85 വയസ്സുള്ള ഒരു മുതിർന്ന പൗരനെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു, ഫയലുകൾ വെച്ചു താമസിപ്പിച്ചു, പിന്നീട് അതിൻ്റെ മറുപടിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയുന്ന സാഹചര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള പല പരാതികളും ഈ പറയുന്ന സെക്രട്ടറിക്ക് മേലുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലിൻ്റെ അറിവോ അനുമതിയോ കൂടാതെ കണ്ട് ചട്ടം ലംഘിച്ചുകൊണ്ട് പല കത്തിടപാടുകളും നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ കൊണ്ട് തന്നെ ഈ സെക്രട്ടറി ലീവ് എടുത്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ഫയലുകളും മുൻപോട്ട് പോകാതെ കണ്ട് അതിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വം പോലും ആരെയും ഏൽപ്പിക്കാതെ കണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ചെയർപേഴ്സണെ അറിയിക്കാതെയാണ്, കൗൺസിലിനെ അറിയിക്കാതെ അവർ ലീവ് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പല ഫയലുകളിലും വലിയൊരു ക്വസ്റ്റ്യൻസിലാണ് നിൽക്കുന്നത്. പക്ഷേ ഞങ്ങളത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കൃത്യമായി അടുത്ത ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായി, അതായത് പൊതുജനങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും ഇവിടെ ഇനി വീഴ്ച വരില്ല, താമസം വരില്ല, ആ രീതിയിൽ നമ്മൾ ഫയലുകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ PD ഓഫീസുമായിട്ട്, പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അധികം താമസിയാതെ കൊണ്ട് തന്നെ പുതിയ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. ഒരാഴ്ചക്കുള്ളിൽ പുതിയ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. നഗരസഭയുടെ സെക്രട്ടറിയായിരുന്ന സിമി എച്ചിനെതിരെയാണ് ഈ ഒരു കൗൺസിൽ പാസാക്കിയിരുന്നത്. ഒരേ സ്വരത്തിൽ കൗൺസിലേഴ്സിൽ നിന്ന് പലതവണ പരാതികൾ വന്നിട്ടുണ്ടെന്നും സെക്രട്ടറിയുടെ പെരുമാറ്റത്തെപ്പറ്റി പല ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. പൊതുജനങ്ങൾ നൽകിയ പരാതികളാണ് കൂടുതലും. 85 വയസ്സുള്ള ഒരു മുതിർന്ന പൗരനെ റൂമിൽ നിന്ന് ഇറക്കിവിട്ടുവെന്നും ഫയലുകൾ വെച്ച് താമസിപ്പിച്ചുവെന്നും അതിന്റെ മറുപടിക്ക് വേണ്ടി ചെന്നപ്പോൾ ഇറങ്ങിപ്പോകാൻ പറയുന്ന സാഹചര്യവും ഇത്തരത്തിലുള്ള പല പരാതികളും ഈ പറയുന്ന സെക്രട്ടറിക്ക് മേലുണ്ടെന്നും ചെയർപേഴ്സൺ പറയുന്നു. അതോടൊപ്പം തന്നെ അറിവോ അനുമതിയോ കൂടാതെ ചട്ടം ലംഘിച്ചുകൊണ്ട് പല കത്തിടപാടുകളും നടത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.